Good morning all. Today we are discussing secondary memory. So നമ്മൾ കുറേ ടൈപ്പ് ഓഫ് മെമ്മറീസ് ഇപ്പോൾ പറഞ്ഞു. ക്യാഷ് മെമ്മറി പറഞ്ഞു, രജിസ്റ്റേഴ്സ് പറഞ്ഞു, പ്രൈമറി മെമ്മറി പറഞ്ഞു, അതിലും ഓരോ ടൈപ്പുകൾ പറഞ്ഞു. ഇനി സെക്കൻഡറി മെമ്മറിയാണ്. അതായത് നമ്മുടെ മെമ്മറി ഹയറാർക്കി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയായിരുന്നു മെമ്മറി ഹയറാർക്കി? ഫസ്റ്റ് രജിസ്റ്റേഴ്സ്, പിന്നെ ക്യാഷ്, പിന്നെ പ്രൈമറി മെമ്മറി, പിന്നെ സെക്കൻഡറി മെമ്മറി. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആളുകളാണ് സെക്കൻഡറി മെമ്മറി. അപ്പോഴേ നമുക്ക് കുറച്ച് പോയിന്റുകൾ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവും. എന്തൊക്കെയാണ്? ചീപ്പറാണ്, പിന്നെ സ്പീഡ് കുറവാണ്, പക്ഷേ ക്യാപ്പബിലിറ്റി വളരെ വളരെ കൂടുതലാണ്, അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ മെമ്മറി ഹയറാർക്കിൻ്റെ കേസിൽ പറഞ്ഞത്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് ഇപ്പോൾ ഈ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോഴേക്കും മൈൻഡിൽ വരുന്നത്. പിന്നെ നോൺ വോളട്ടൈലാണ്. അതായത് എന്താണ്, സിസ്റ്റം ഓഫ് ചെയ്താലും അതിനകത്തുള്ള ഡാറ്റ അതിനകത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ പ്രൈമറി മെമ്മറിയിലായാലും ക്യാഷിലായാലും രജിസ്റ്റേഴ്സിലൊക്കെ ആയാലും സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാലൊക്കെ എന്താണ്, അതിനകത്തുള്ള ഡാറ്റ മാഞ്ഞു പോകും. പക്ഷേ ഒരിക്കലും സെക്കൻഡറി മെമ്മറിയിലുള്ള ഡാറ്റ ഒരിക്കലും ഇറേസായി പോവില്ല. അതിനകത്ത് ഡാറ്റ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് സ്റ്റോർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക് ഐഡിയ കിട്ടിയില്ലേ സെക്കൻഡറി മെമ്മറിയെ കുറിച്ച്? ഇനി നമുക്ക് കണ്ടൻറ്റുകൾ നോക്കാം. പ്രോസസ്സർ മെമ്മറി ഓൾസോ നോൺ ആസ് പ്രൈമറി മെമ്മറി ഈസ് എക്സ്പെൻസീവ് ആസ് വെൽ ആസ് ലിമിറ്റഡ്. നമുക്കറിയാം നമ്മളുടെ പ്രൈമറി മെമ്മറി എന്താണ്, എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ ലിമിറ്റഡും ആണ്. ദ ഫാസ്റ്റർ പ്രൈമറി മെമ്മറി ഓൾസോ വോളട്ടൈൽ. അതേപോലെ തന്നെ പ്രൈമറി മെമ്മറി എന്താണ്, ഫാസ്റ്റർ ആണെങ്കിൽ പോലും അത് വോളട്ടൈലാണ്. അതായത് കറണ്ട് പോവുകയോ സിസ്റ്റം ഓഫ് ചെയ്യുകയോ ചെയ്താൽ ഡാറ്റ ഇറേസ് ആയി പോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിച്ചാൽ, അതായത് അങ്ങനെ സംഭവിച്ചു പോയാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലൊന്നും പിന്നെ ഡാറ്റ ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചു, പക്ഷെ അത് വോളട്ടൈലായത് കാരണം അതൊക്കെ ഇറേസ് ആയി പോകുക പറഞ്ഞാൽ ടു മച്ചാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ, if we need to store large amount of data or programs permanently, we need a cheaper and permanent memory. അപ്പോൾ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റനെയും പ്രോഗ്രാംസിനെയൊക്കെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്പേസ് നമുക്ക് വേണം. അപ്പോൾ അത്തരം സ്പേസ് എന്ന് പറയുമ്പോൾ അത്രയും കപ്പാസിറ്റി അതിന് വേണം. മാത്രമല്ല വെരി എക്സ്പെൻസീവ് ആയാലും ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും കപ്പാസിറ്റി കൂടുമ്പോൾ എക്സ്പെൻസും കൂടെ കൂടിയാൽ ബുദ്ധിമുട്ടാണ്. കാരണം കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ് കൂടുകയെന്ന് പറഞ്ഞാൽ ടു മച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എന്താവണം, ചീപ്പറും ആവണം, അതോടൊപ്പം തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രം ക്യാപ്പബിളും ആയിരിക്കണം. അങ്ങനെയുള്ളൊരു പെർമനൻറ്റ് മെമ്മറിയാണ് നമുക്കിനി ആവശ്യം. അതാണ് നമ്മളുടെ സെക്കൻഡറി മെമ്മറി. സച്ച് മെമ്മറി ഈസ് കോൾഡ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ എന്തൊക്കെയാണ് സെക്കൻഡറി മെമ്മറിക്കുള്ള എക്സാമ്പിൾസ് നോക്കാം. മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട്, മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, CD റോംസ് ഉണ്ട്, DVD ഉണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്ന് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, മാഗ്നറ്റിക് ടേപ്പാണ്. Magnetic tape. Magnetic tapes are particularly suited for offline storage of large amount of data. മാഗ്നറ്റിക് ടൈപ്സ് നമ്മൾ പെർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഓഫ്ലൈൻ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുണ്ട്, അത് എപ്പോഴും നമുക്കൊരു ഹാർഡ് ഡിസ്ക് പോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ടേപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹാർഡ് ഡിസ്ക് തന്നെയാണ്. അതായത് നമുക്ക് ആ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു സിസ്റ്റത്തിൽ അത് അപ്ലൈ ചെയ്യാൻ, വേണമെങ്കിൽ വേറെ സിസ്റ്റത്തിലും അത് ആഡ് ചെയ്യാമെന്നുള്ള രീതി. അതായത് ഓഫ്ലൈനായിട്ട് ഡാറ്റ അതിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കാസറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ റേഡിയോയിലൊക്കെ യൂസ് ചെയ്തിരുന്നതാണ് റേഡിയോ. ഓക്കെ, എന്താ വെച്ചാൽ ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടാകും ഒരു സിൽക്ക് പോലെ, എന്താ ഇപ്പോൾ എനിക്ക് പറയുക, കാസറ്റ് എന്നല്ലേ ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സിൽക്ക് പോലെയുള്ള ആ ഒരു റിബണ് വേണമെങ്കിൽ നമുക്ക് ഊരിയെടുക്കാം. നമ്മൾ പണ്ടൊക്കെ കളിക്കുമായിരുന്നു, ചെറിയ കുട്ടികളെ, നിങ്ങളൊക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരിക്കും അത്. അതുപോലെ കരുതിയാൽ മതി മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് അതിനകത്തൊരു റിബൺ ഉണ്ട്, അവിടെ പറയുന്നത് ദ ടേപ്പ് ഈസ് എ പ്ലാസ്റ്റിക് റിബൺ യൂഷ്വലി 1/2 inch wide that is coated on one side with an iron oxide material which can be magnetized. ടേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് റിബണാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണ്ടൊക്കെ DVD അതേമാതിരി എന്താ പറയുക, റേഡിയോയിൽ യൂസ് ചെയ്യുന്ന കാസറ്റിനകത്തൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും റിബൺ. അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് റിബണാണ് ഇവിടെ ഉള്ളത്. 1/2 inch അതിൻ്റെ വൈഡ് ഉണ്ടാവുള്ളൂ. മാത്രമല്ല അത് കോട്ട് ചെയ്തിട്ടുള്ളത് ഒരു അയൺ ഓക്സൈഡ് മെറ്റീരിയലാണ്, വിച്ച് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു അയൺ ഓക്സൈഡ് മെറ്റീരിയലാണ് അതിൻ്റെ ഒരു സൈഡിലുള്ളത്. ദ ടേപ്പ് റിബൺ ഇറ്റ്സെൽഫ് ഈസ് സ്റ്റോർഡ് ഇൻ റീൽസ് ഓഫ് 50 to 2400 feet ഓർ എ സ്മാൾ കാട്രിഡ്ജ് ഒരു കാസറ്റ്. ഈ ടേപ്പ് റിബണെ നമുക്ക് എങ്ങനെ ഒരു 50 feet ഒരു റീലായിട്ടോ, അത് ഏത് വരെ ആവാം, 2400 വരെ ആവാം. അതായത് 50 or 100 or 1000 or 2000 അങ്ങനെ എത്രയും ആവാം. അത് ഡിപ്പെൻസ് ആണ്, ഓരോ ഡിവൈസും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ടേപ്പ്, നമ്മൾ പറഞ്ഞല്ലോ പണ്ട് കാസറ്റിലൊക്കെ ഉള്ള പോലെ, അതൊരു കാസറ്റായിട്ട് നമ്മളതങ്ങനെ കീപ്പ് ചെയ്തതാണ്.
It is similar to the tape used on a tape recorder except that it is of higher quality and more durable. ഇത് എന്ന് പറഞ്ഞാൽ സിമിലർ ടു ടേപ്പ് റെക്കോർഡറാണ്. അതാണ് ഞാൻ പറഞ്ഞ ടേപ്പ് റെക്കോർഡറാണ് അതിൻ്റെ പേര്. കാസറ്റ് എന്നാണ് തോന്നുന്നത്, നമ്മളൊക്കെ അതിന് പറഞ്ഞിരുന്നത്. എനിവേ ടേപ്പ് റെക്കോർഡറാണത്. അത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ മാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടേപ്പ് റെക്കോർഡറിനെ പോലെ തന്നെയാണ്, കാണാനൊക്കെ അതുപോലെയാണ്. പക്ഷേ കുറച്ച് സൈസൊക്കെ ഉള്ളത് വേസിലുണ്ട്, പല സൈസിലും ഉണ്ടായിരിക്കും. ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് ഹയർ ക്വാളിറ്റി ആൻഡ് മോർ ഡ്യൂറബിൾ. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ ഹയർ ക്വാളിറ്റി വളരെ കൂടുതലും ആയിരിക്കും, അതേപോലെ തന്നെ ഡ്യൂറബിൾ ആയിരിക്കും. അത് അത്രയും യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ കപ്പാസിറ്റിയുള്ള ഡ്യൂറേഷനൊക്കെ ഉള്ള ടൈപ്പ് ഡിവൈസസ് ആണ് മാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. ലൈക്ക് റെക്കോർഡഡ് ടേപ്പ്, കമ്പ്യൂട്ടർ ടേപ്പ് ക്യാൻ ബി ഇറേസ്ഡ് ആൻഡ് റീയൂസ്ഡ്. റെക്കോർഡ് ടേപ്പ് പോലെ തന്നെ നമ്മളുടെ ഇത്തരം മാഗ്നറ്റിക് ടേപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഇറേസ് ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ടൈപ്പിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? കാരണം എൻ്റെ മൈൻഡിലേക്ക് വരുന്ന കാസറ്റ് ഇങ്ങനെ വരികയാണ്. കാസറ്റിൻ്റെ ആ ഒരു ഇമേജ് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന, കാരണം ഇത്ര റീലൊക്കെ വലിച്ചെടുത്തൊക്കെ നല്ല ഓർമ്മയുണ്ട്. പണ്ട് അങ്ങനെയൊക്കെ ഓരോ വീക്ക്നെസ്സുകളായിരുന്നല്ലോ നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ. അപ്പോൾ ഈ മാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താ ഉള്ളൂ, നമ്മളുടെ റേഡിയോയിലൊക്കെ യൂസ് ചെയ്തിരുന്ന ടേപ്പ് റെക്കോർഡർ പോലെ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റി കൂടുതലാണ്, ഡ്യൂറബിളും ആണ്, മാത്രമല്ല ഇറേസബിൾ ആണ്, റീയൂസ്ഡ് ആണ്. അതേപോലെ ഇത് ജസ്റ്റ് 1/2 ഇഞ്ച് വൈഡാണ്. അതേപോലെ അയൺ ഓക്സൈഡ് മെറ്റീരിയൽ കോട്ടഡ് ആണ്. ഇറ്റ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. പിന്നെ കാസറ്റിലൊക്കെ പോലെ യൂസ് ചെയ്യുന്ന പോലെ റീലായിട്ടും അതിനകത്ത് ടേപ്പിനെ യൂസ് ചെയ്യാൻ കഴിയും, അതായത് റിബണെ യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മുടെ മാഗ്നറ്റിക് ടൈപ്പ് എന്താണ്, ഓഫ്ലൈൻ സ്റ്റോറേജ് ഡിവൈസാണ്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യട്ടെ. മാഗ്നറ്റിക് ടൈപ്പ് എന്ന് ചോദിച്ചാൽ ഈ കണ്ട കണ്ടൻറ്റുകൾ പറയുന്ന പോലെ 2 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഈ കണ്ടൻറ്റുകൾ അതിൻ്റെ കൂടെ ചീപ്പറാണ്. അതേപോലെ എന്താണ്, ലാർജ് എമൗണ്ട് നമ്മൾ പറഞ്ഞു, കപ്പാസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു, സ്പീഡ് കുറവാണെങ്കിൽ പോലും നോൺ വോളറ്റൈലാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റിലായിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോയിന്റുകൾ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നമ്മൾ വെറുതെ ഇതിമ ഇങ്ങനെ കുറേ നേരം കളയുന്നതിൽ പ്രസക്തിയില്ല എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഓരോ കൺസെപ്റ്റുകളും നിങ്ങൾ ലോജിക്കലി കൂടി മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ആ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും കേട്ടോ. ഇനിയാണ് നമ്മളുടെ മാഗ്നറ്റിക് ഡിസ്ക്. നോക്കാം എന്താണ്, ഇവിടെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഡിസ്ക് ആർ ദ മോസ്റ്റ് പോപ്പുലർ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എഴുതും മാഗ്നറ്റിക് ടൈപ്പും മാഗ്നറ്റിക് ഡിസ്കും തമ്മിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. മാഗ്നറ്റിക് ഡിസ്ക് വരുമ്പോൾ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയ ആണ്. പക്ഷേ മാഗ്നറ്റിക് ടൈപ്പ് എന്താണ്, ഇൻഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയ ആണ്. അതായത് ഇത് സിസ്റ്റത്തിൽ ഇൻബിൽറ്റ് ആയിരിക്കാം. മറ്റേത് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് ഡിസ്കൊക്കെ പോലെ അങ്ങനെ നമ്മൾ കൊണ്ട് യൂസ് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ പോസിബിളാണ്. എനിവേ രണ്ടും പോസിബിളാണ്, കാരണം രണ്ടും നോൺ വോളറ്റൈലാണല്ലോ. അപ്പോൾ ഇതേത് എനിവേ ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയ ആണ്, മറ്റേത് ഇൻഡയറക്റ്റ് ആണ്. എ ഡിസ്ക് ഈസ് എ സർക്കുലർ പ്ലാറ്റർ കൺസ്ട്രക്റ്റഡ് ഓഫ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ കോൾഡ് എ സബ്സ്ട്രേറ്റ് കോട്ടഡ് വിത്ത് എ മാഗ്നറ്റൈസബിൾ മെറ്റീരിയൽ. ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പ്ലേറ്ററാണ്, കൺസ്ട്രക്ട് ചെയ്യുന്നത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അതിൻ്റെ പേരെന്താണ്, സബ്സ്ട്രേറ്റ്. ഇതൊരു പക്ഷേ ഒരു മാർക്കിന് ചോദിക്കും. സബ്സ്ട്രേറ്റ് ഈസ് ഓർ വാട്ട് ഈസ് സബ്സ്ട്രേറ്റ് ഓർ ഡിഫൈൻ സബ്സ്ട്രേറ്റ് എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്, ഡിസ്ക് ഈസ് എ സർക്കുലർ പ്ലേറ്റർ കൺസ്ട്രക്റ്റഡ് ഓഫ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ കോൾഡ് സബ്സ്ട്രേറ്റ് കോട്ടഡ് വിത്ത് എ മാഗ്നറ്റൈസബിൾ മെറ്റീരിയൽ. അത് കോട്ട് ചെയ്തിട്ടുള്ള എന്താണ്, മാഗ്നറ്റൈസബിൾ മെറ്റീരിയൽ ആയിട്ടാണ്. ട്രഡീഷണലി ദ സബ്സ്ട്രേറ്റ് ഹാസ് ബീൻ ആൻ അലുമിനിയം ഓർ അലുമിനിയം അലോയ് മെറ്റീരിയൽ. സാധാരണ നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അലുമിനിയം അലോയ് മെറ്റീരിയലൊക്കെയാണ്. മോർ റീസെൻ്റ്ലി ഗ്ലാസ് സബ്സ്ട്രേറ്റ്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്. കുറച്ച് കാലങ്ങളായിട്ട് ഗ്ലാസ് സബ്സ്ട്രേറ്റ്സും, അതായത് നമ്മളതിൻ്റെ മേലെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസിൻ്റെതാണ് നമ്മളൊക്കെ കാണുമ്പോൾ യൂസ് ചെയ്യുന്നത് തോന്നുന്നു. ഗ്ലാസ് സബ്സ്ട്രേറ്റും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മാഗ്നറ്റിക് ഡിസ്കിനെ കുറിച്ച് പറയുന്നത്. ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ നമ്മളങ്ങനെ ഒരു കൺസെപ്റ്റ് മാത്രം കുറേ ഡീപ്പായിട്ട് പോയാൽ നമുക്ക് നിങ്ങൾക്കത് ഓവർലോഡ് വരുമെന്ന് കരുതിയിട്ടാണ്. വേണ്ടവർക്ക് റെഫർ ചെയ്യാൻ ഗൂഗിൾ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക് കുറച്ച് താല്പര്യം തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതൊരു ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് മീഡിയ ആണ്. പിന്നെ സർക്കുലർ പ്ലാറ്ററാണ്, സബ്സ്ട്രേറ്റ് ഉണ്ട്. പിന്നെ സബ്സ്ട്രേറ്റ് എങ്ങനെയാണ്, അലുമിനിയം ഓയാണ്. കുറച്ച് കാലമായിട്ട് ഗ്ലാസ് സബ്സ്ട്രേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ മാഗ്നറ്റിക് ഡിസ്കിൻ്റെ പ്രത്യേകതകൾ, നോൺ വോളറ്റൈലാണ്, ചീപ്പറാണ്, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. പിന്നെ എന്താണ്, കപ്പാസിറ്റി വളരെ കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അതൊക്കെ പിന്നെ നിങ്ങൾ എല്ലാത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോയിന്റ്സുകളാണ്. എക്സാമിന് മാഗ്നറ്റിക് ഡിസ്ക് മാത്രം ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളുടെ പ്രത്യേകതകളും ഇവിടെ പറയാം. ഓക്കെ, ദെൻ CD-ROM. CD-ROM സ്റ്റാൻഡ്സ് ഫോർ കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. CD-ROM എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറിയാണ്. ഇറ്റ് ഈസ് എ നോൺ ഇറേസബിൾ ഒപ്റ്റിക്കൽ ഡിസ്ക് യൂസ്ഡ് ടു സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ, ഒറിജിനലി ഡെവലപ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡിജിറ്റൽ ഓഡിയോ.
അതായത് ഇതിനകത്ത് നമ്മൾ ഡിജിറ്റൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇറേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിലതൊക്കെ ഇതിൻ്റെ തന്നെ വേർഷൻസ് ഉണ്ട്, ഇറേസ് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട്. പക്ഷേ ആക്ച്വലി ജനറലി ഇത് ഇറേസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഒറിജിനലി ഡെവലപ്ഡ് ഫോർ സ്റ്റോറിങ് ഡിജിറ്റൽ ഓഡിയോ, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ ഓഡിയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The standard system uses 12 cm disk and can hold more than 650 MB. അതായത് ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് 12 cm ഡിസ്ക്കാണ്. അതിനതേപോലെ 650 MB അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ കഴിയും ആ ഡിസ്കിന്. ഇപ്പോഴത്തെ കേസുകളൊക്കെ വരുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആകുമ്പോൾ അതിനേക്കാളൊക്കെ 1 GB പറൊക്കെ കഴിയേണ്ടതാണ്. ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ CD-ROM ക്യാൻ ഓൺലി ബി റീഡ്. CD-ROമിലെ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇറ്റ് കനോട്ട് ബി ഡിലീറ്റ് ഓർ ചേഞ്ച്. ഡിലീറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. അതായത് നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നു CD-ക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രാവശ്യം നമ്മൾ അതിനകത്ത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പിന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. CD-ROM ഈസ് എ പോർട്ടബിൾ സ്റ്റോറേജ് ഡിവൈസ്. CD-ROM എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടബിൾ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ദ ഡാറ്റ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ഈസിലി ബൈ യൂസിങ് CD-ROM. അപ്പോൾ എന്താണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്നാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഇൻ ദ കേസ് ഓഫ് CD-ROM. കാരണം അത്രയും ചെറിയ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെക്കൻഡറി മെമ്മറി ഡിവൈസാണ് നമ്മളുടെ CD-ROM. അപ്പോൾ CD-ROM ഈ സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ആൻസർ എന്താ പറയുക? കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. അതാണ് CD-ROമിൻ്റെ ഫുള്ള്, കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെയാണ് CD-ROമിനെ കുറിച്ച് പറയാനുള്ളത്? ഇതൊരു കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറിയാണ്. പിന്നെ നോൺ ഇറേസബിൾ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മളൊരു പ്രാവശ്യം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിലീറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. വി ക്യാൻ ഓൺലി റീഡ്. പിന്നെ ഒറിജിനലി ഡെവലപ്പ് ചെയ്തത് ഡിജിറ്റൽ ഓഡിയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്റ്റാൻഡേർഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് 12 cm ഡിസ്ക്കാണ്. ഹോൾഡ് ചെയ്യുന്നത് 650 MB ആണ്. പിന്നെന്താണ്, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. CD-ROM കുറച്ച് മുന്നേ ഒക്കെ നമ്മൾ CD യൂസ് ചെയ്ത് തന്നെയാണ് അങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ പെൻഡ്രൈവ് ആയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒക്കെ നമ്മൾ നെറ്റ് ത്രൂ ഒക്കെ പോസിബിൾ ആണ്. സോ എനിവേ ഇത്രയാണ് സെക്കൻഡറി മെമ്മറിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്കുള്ള കൺസെപ്റ്റുകൾ ഇനിയും പെൻഡിങ്ങിൽ കിടക്കും. കാരണം അത്രയും വൈഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജിനെ കുറിച്ച് ഇത്രയും കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിലും കൂടുതൽ വായിക്കണം എന്നുള്ളവർക്ക് റെഫർ ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ താല്പര്യം തോന്നി, അതായത് ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് തോന്നുന്നവർക്കൊക്കെ റെഫർ ചെയ്യാനും ഗൂഗിൾ ചെയ്യാനൊക്കെ ചെയ്യാം. എനിവേ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സെക്കൻഡറി മെമ്മറീൻ്റെ നോട്ട് എഴുതുക. ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും പലരും, പെൻഡിങ്ങിലുള്ളവർ അവരെഴുതുക. പിന്നെ വീഡിയോ വാച്ച് ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യുക, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാത്തിനെ കുറിച്ചൊരു ഐഡിയ തന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. മാഗ്നറ്റിക് ടേപ്പ് എന്താണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. മാഗ്നറ്റിക് ഡിസ്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ CD-ROM എന്താണ്, അങ്ങനെ DVD ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും വലിയ മാറ്റങ്ങളില്ല, ഒന്നിന് ചെറിയ ചെറിയ ചേഞ്ചസ് ആണുള്ളത്. സോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിടുക, സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തിടുക. എന്ത് കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. പക്ഷേ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലത്, ഓപ്പണായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. ഇന്നത്തെ കേസ് ഇന്നും കോളേജുണ്ട് എനിക്ക്, അപ്പോൾ കോളേജിൽ പോകണം. എനിവേ ഓക്കെ, താങ്ക് യു.